welcome back to our data structure class. In today's class we are going to learn circular queue, one of the most important topic in data structure. Okay, the types of queue are simple queue, circular queue, priority queue and double-ended queue. The major limitation of simple queue is after a bit of insertion and deletion there will be a non-unusable empty space in queue. Okay, this figure 0 1 നമ്മുടെ റിയർ എൻഡുള്ളത് ഫോർത്ത് എൻഡിൽ, അതായത് മാക്സിമമായി ക്യൂവിൻ്റെ 0 1 ഡി ക്യൂ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് 0 1 പറഞ്ഞിട്ടുള്ള സ്പേസുകൾ അവിടെ എം ടി ആയി. സോ നമുക്ക് ഒരു ക്യൂവിൽ എം ടി സ്പേസസ് ഉണ്ടായിട്ടൂടെ നമുക്ക് ആ ഒരു സ്പേസിനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് സിമ്പിൾ ക്യൂവിൻ്റെ മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കുലർ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സൊല്യൂഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, സർക്കുലർ ക്യൂ ആണ് നമ്മുടെ നോർമൽ ക്യൂവിൻ്റെ മേജർ ലിമിറ്റേഷൻ ആയിട്ടുള്ള ഈ എം ടി സ്പേസസ് അല്ലെങ്കിൽ വേസ്റ്റേജ് ഓഫ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. സർക്കുലർ ക്യൂ എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് റെഗുലർ ക്യൂ. സർക്കുലർ ക്യൂ ഈസ് എ ക്യൂ ഇൻ വിച്ച് ദ ലാസ്റ്റ് പൊസിഷൻ ഈസ് കണക്റ്റഡ് ടു ദ ഫസ്റ്റ് പൊസിഷൻ ഫോമിങ് എ സർക്കിൾ. ഇപ്പോൾ ക്യൂവിൻ്റെ ലാസ്റ്റ് പൊസിഷനും ഫസ്റ്റ് പൊസിഷനും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ക്യൂ ആണ് സർക്കുലർ ക്യൂ വിച്ച് ഫോമിങ് എ സർക്കിൾ. അപ്പോൾ 0th ഇൻഡെക്സ്, അതായത് ലാസ്റ്റ് ക്യൂവിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇതിൽ 7th ആണ്. അപ്പോൾ 0th 7th തമ്മിൽ ഇതിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റിയർ ലാസ്റ്റ് ഇൻഡെക്സായ 7th എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡി ക്യൂ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള 0 1 2 എന്നൊക്കെ പറഞ്ഞിട്ട് എം ടി സ്പേസസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് 7th ഇൻഡെക്സിൽ നിന്ന് 0th ഇൻഡെക്സിലേക്ക് ഇൻക്രിമെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, so the circular queue overcome the space wastage problem of a linear queue by reusing the empty spaces created after DQ operations. Okay, അപ്പോൾ നമ്മൾക്ക് ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ 7th to 0th ഇൻഡെക്സിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് റിയർ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻക്രിമെൻ്റ് ഓപ്പറേഷനാണ്. അപ്പോൾ ഇതിൽ റിയർ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ജസ്റ്റ് 7th നിന്ന് 8th ആവുക. ഓക്കെ, 8th ഇൻഡെക്സ്. അപ്പോൾ 8th ഇൻഡെക്സ് നമ്മുടെ ഈ ഒരു ക്യൂരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കുലർ ഇൻക്രിമെൻ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സർക്കുലർ ക്യൂ വർക്ക് ചെയ്യുന്നത് പ്രോസസ് ഓഫ് സർക്കുലർ ഇൻക്രിമെൻറ്റിലാണ്. വെൻ വി ട്രൈ ടു ഇൻക്രിമെൻറ്റ് ദ പോയിൻ്റർ ആൻഡ് വി റീച്ച് അറ്റ് ദ എൻഡ് ഓഫ് ദ ക്യൂ വി സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് ഓഫ് ക്യൂ. Okay, here the circular increment is performed by modular division with queue size. അപ്പോൾ മോഡുലാർ ഓപ്പറേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സർക്കുലർ ഇൻക്രിമെൻറ്റിന് വേണ്ടിയിട്ട് വിത്ത് ക്യൂ സൈസ്. ഇത് ജസ്റ്റ് ഒരു സർക്കുലർ ക്യൂവിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. റിയർ എൻഡും ഫ്രണ്ട് എൻഡൊക്കെ ഇതിൽ നമ്മൾ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്യൂ ഫുള്ളാവുന്നതും അതേപോലെ സർക്കുലർ ക്യൂ ഫുള്ളാവുന്നതും എം ടി ആവുന്നതും കണ്ടീഷനാണ്. അപ്പോൾ റിയർ +1 മോഡ് മാക്സ് ഈക്വൽ ടു ഫ്രണ്ട് ആവുന്ന സമയത്താണ് ക്യൂ ഫുള്ളാവുന്നത്, സർക്കുലർ ക്യൂ ഫുള്ളാവുന്നത്. ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 ആവുന്ന സമയത്താണ് എം ടി ആവുന്നത് സർക്കുലർ ക്യൂ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചു വയ്ക്കണം. ബിക്കോസ് നമുക്ക് എൻ ക്യൂ ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് അതേപോലെ ഡി ക്യൂ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തും ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് ഓപ്പറേഷൻസ് ഇൻ സർക്കുലർ ക്യൂ ആണ്. 2 പോയിൻ്റ് ഫ്രണ്ടും റിയറും പറഞ്ഞിട്ട് 2 പോയിൻ്റ് ഉണ്ട്. ഫ്രണ്ട് ട്രാക്ക് ദ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ ക്യൂ, റിയർ ട്രാക്ക് ദ ലാസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ ക്യൂ. ഇനീഷ്യലി ദ വാല്യൂ ഓഫ് ഫ്രണ്ട് ആൻഡ് റിയർ ടു 0. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആണ് എൻ ക്യൂ ഓപ്പറേഷൻ. നമുക്ക് എൻ ക്യൂ ഉണ്ട്, ഡി ക്യൂ ഓപ്പറേഷനൊക്കെ സർക്കുലർ ക്യൂ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എൻ ക്യൂ ഓപ്പറേഷനാണ്. എൻ ക്യൂ ഓപ്പറേഷനിൽ ആദ്യം ക്യൂ ഫുള്ളാണോ എന്ന് ചെക്ക് ചെയ്യുക. ഫോർ ദ ഫസ്റ്റ് എലമെൻറ്റ് സെറ്റ് ദ വാല്യൂ ഓഫ് ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0. സർക്കുലർലി ഇൻക്രീസ് ദ റിയർ ഇൻഡെക്സ് by 1. Add the new element in the position of pointed to the rear. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് എന്താണ് ക്യൂ ഫുള്ളാണ് നോക്കുക. ക്യൂ ഫുള്ളാണെങ്കിൽ ഓവർഫ്ലോ, അതർവൈസ് ഫ്രണ്ട് ഈക്വൽ ടു 0 എന്ന് സെറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ ശേഷം സർക്കുലർലി ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് അവിടെ എലമെൻറ്റിനെ ആഡ് ചെയ്യാമെന്ന് എൻ ക്യൂ ഓപ്പറേഷനിൽ. അപ്പോൾ അതിൻ്റെ ഇൻസേർഷൻ അൽഗോരിതമാണ്. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാണ് ഫ്രണ്ടും റിയറും ഈക്വൽ ടു -1 ആണോ, അതായത് ക്യൂ എം ടി ആണോ. ക്യൂ എം ടി ആണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ ഈക്വൽ ടു 0ലേക്ക് സെറ്റ് ചെയ്യും. ദെൻ എന്താണ് നമ്മുടെ ക്യൂ ഇവിടെ നമ്മൾ സർക്കുലർ ക്യൂ എ എന്ന് പറഞ്ഞ വേരിയബിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. എ ഓഫ് റിയറിൽ നമ്മൾ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഐറ്റത്തെ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മളവിടെ ഇൻസേർഷൻ ഓപ്പറേഷൻ ചെയ്യുന്നു. അതർവൈസ് നമുക്ക് എന്താണ് നമ്മുടെ ക്യൂ എന്ന് പറയുന്നത് ഫുള്ളാണെങ്കിൽ നമുക്ക് അവിടെ ഇൻസേർഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ഫ്രണ്ട് ഈക്വൽ ടു റിയർ +1 മോഡ് മാക്സ് സൈസ് ആണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ പ്രിൻറ്റ് ഓവർഫ്ലോ എന്ന് പറഞ്ഞിട്ട് എറർ മെസ്സേജ് വരും.
അതർവൈസ് നമുക്ക് എന്താണ് ഏതെങ്കിലും ക്യൂവിൽ സ്പേസ് ഉണ്ട്, നമ്മളെന്തായാലും എം ടി അല്ല, അങ്ങനത്തെ കേസിൽ നമ്മളെന്താണ് ജസ്റ്റ് റിയറിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുക, എന്നിട്ട് അവിടെ എ ഓഫ് റിയറിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഐറ്റത്തിന് ആഡ് ചെയ്യാം. ഇനിയാണ് ഇൻസേർഷൻ അൽഗോരിതം വർക്കാവുന്നത്. നെക്സ്റ്റ് ആണ് ഡി ക്യൂ ഓപ്പറേഷൻ. ഡി ക്യൂ ഓപ്പറേഷൻ ചെക്ക് ചെയ്യുന്നത് ആദ്യം എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യും. എം ടി ആണെങ്കിൽ എന്താണ് അണ്ടർഫ്ലോ വരും, അപ്പോൾ അവിടെ നമുക്ക് ഡി ക്യൂ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ സർക്കുലർലി ഇൻക്രീസ് ദ ഫ്രണ്ട് ഇൻഡെക്സ് ബൈ 1 ഫോർ ദ ലാസ്റ്റ് എലമെൻറ്റ് റീസെറ്റ് ദ വാല്യൂ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ടു -1. ഡിലീഷൻ അൽഗോരിതത്തിൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം എം ടി ആണോന്ന്, ഫ്രണ്ട് ഈക്വൽ ടു -1, റിയർ ഈക്വൽ ടു -1 ആണെങ്കിൽ അണ്ടർഫ്ലോ എക്സിറ്റ്. അല്ലെങ്കിൽ നമ്മുടെ ഒരേ ഒരു സിംഗിൾ എലമെൻ്റ് ആണ് ഉള്ളത്. സിംഗിൾ എലമെൻറ്റ് ഉണ്ടാകുന്ന കേസ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഈക്വൽ ടു റിയർ ആവുന്ന സമയത്താണ്. അപ്പോൾ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ആവുന്ന സമയത്ത് നമ്മളെന്താണ് ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ എ ഓഫ് ഫ്രണ്ടിലുള്ള ആ ഒരു വാല്യൂവിനെ ഐറ്റത്തിലിട്ടിട്ട് ഐറ്റത്തിലേക്ക് അസൈൻ ചെയ്യുന്നു. എന്നിട്ട് എന്താണ് ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂ നമ്മൾ -1ലേക്ക് അസൈൻ ചെയ്യുന്നു. ബിക്കോസ് സിംഗിൾ എലമെൻറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് ക്യൂവിൽ. അപ്പോൾ അതിൽ നിന്നൊരു എലമെൻറ്റ് പോയാൽ എന്താണ് ക്യൂ എം ടി ആയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 സെറ്റ് ചെയ്താൽ മതി. അതർവൈസ് നമുക്ക് എന്താ ജസ്റ്റ് ഫ്രണ്ടിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐറ്റം ഈക്വൽ ടു എ ഓഫ് ഫ്രണ്ടിലേക്ക് നമ്മൾ വാല്യൂവിനെ അസൈൻ ചെയ്തു. എന്നിട്ട് എന്താണ് ജസ്റ്റ് ആ ഒരു ഫ്രണ്ടിനെ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രണ്ട് +1 മാക്സ് സൈസ്. ഇവിടെ നമ്മൾ പറഞ്ഞു സർക്കുലർ ഇൻക്രിമെൻറ്റ് വരുന്ന കാരണമാണ് നമ്മളിവിടെ മോഡുലസ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഡിലീഷൻ ഓപ്പറേഷൻ വർക്കാവുന്നത്. ഇതൊരു എക്സാമ്പിളാണ് നമ്മുടെ എൻ ക്യൂ ഓപ്പറേഷനും അതേപോലെ ഡി ക്യൂ ഓപ്പറേഷനും സർക്കുലർ ക്യൂവിൽ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വർക്ക് ഔട്ട് ചെയ്യണം. ഇതിൻ്റെ എൻഡായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. എല്ലാവരും ഇത് വർക്ക് ഔട്ട് ചെയ്തിട്ട് കറക്റ്റ് ആവേണ്ടതെന്ന് ചെക്ക് ചെയ്യണം. Okay, thank you.